നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. വലിയ തിരിച്ചടി നിക്ഷേപകർക്ക് ഉണ്ടായ വാരമാണ്. വലിയ തോതിൽ വിപണി ഈ വാരം താഴോട്ട് പോകുന്നത് കണ്ടു. തുടർച്ചയായി 8 ദിവസമായി വിപണിയിൽ നഷ്ടമാണ്. ഈ വാരത്തിൻ്റെ എല്ലാ ദിവസവും വ്യാപാരത്തിൽ നഷ്ടം രേഖപ്പെടുത്തി. നിഫ്റ്റിയും സെൻസെക്സും താഴോട്ട് പോയി. നിരവധി ഘടകങ്ങൾ പ്രതികൂലമായി വിപണിയെ സ്വാധീനിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ആഗോള ഘടകങ്ങളും ഒപ്പം തന്നെ ആഭ്യന്തര ഘടകങ്ങളും വിപണിയെ സ്വാധീനിച്ചു. ഒടുവിൽ യമനിലെ ആഭ്യന്തര സംഘർഷവും അത് ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായിരിക്കുന്ന വർധനവുമെല്ലാം വിപണിക്ക് നെഗറ്റീവായിട്ടാണ് സംഭവിച്ചത്. കഴിഞ്ഞ വാരത്തിലും നമ്മൾ പറഞ്ഞിരുന്ന ഒരു കറക്ഷന് സാധ്യതയുണ്ടായെന്ന്. ആ കറക്ഷൻ വളരെ ശക്തമായി തന്നെ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാർക്കറ്റ് വാച്ചിനെ ഇലക്കത്തിലും അതുപോലെ ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രൻ പങ്കെടുക്കുന്നു. ഭുവനേന്ദ്രൻ, ഈ കറക്ഷനിൽ നമുക്ക് തുടങ്ങാം. 1300 ലെവലിലേക്ക് നിഫ്റ്റി എത്തി. നിക്ഷേപകരെ സംബന്ധിച്ചോളം ഒരു ആശങ്ക സ്വാഭാവികമായിട്ടും ഉണ്ടായേക്കാം. വിപണി എങ്ങോട്ട് എന്നായിരിക്കും പ്രധാനപ്പെട്ട ചോദ്യം. മാർക്കറ്റ് ഒരു കറക്ഷൻ മോഡിൽ തന്നെയാണ്. അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. പക്ഷെ ഒരു പുൾ ബാക്ക് റാലി നമുക്ക് പ്രതീക്ഷിക്കാം. ഓവറോൾ അത്രത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഈ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫിൻ്റെ ഒരു ബൗൺസ് ബാക്ക്, ഒരു റിക്കവറി നമുക്ക് പ്രതീക്ഷിക്കാം. അത് മാത്രമേ പ്രതീക്ഷയുള്ളൂ. അപ്പോൾ മാർക്കറ്റ് എന്ത് തന്നെയാണെങ്കിലും ഒരു നെഗറ്റീവ് ടെറിട്ടറി തന്നെയായിരുന്നു മൂവ് ചെയ്തുകൊണ്ട്. അതായത് ലാസ്റ്റ് എപ്പിസോഡിലൊക്കെ തന്നെ നമ്മൾ പറഞ്ഞ ഒരു കറക്ഷനുള്ള സാധ്യത, ഇൻവെസ്റ്റേഴ്സ് കെയർഫുൾ ആയിട്ടിരിക്കുക, മാർക്കറ്റിൻ്റെ ഡൗൺ സൈഡ് സപ്പോർട്ട് വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്ന് പറയാനുള്ള റീസൺ അത് തന്നെയായിരുന്നു. ഇപ്പോൾ ഡൊമസ്റ്റിക് എടുത്താൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ അൺസീസണലായിട്ടുള്ള റെയിൻ വന്നു. ആ റെയിൻ ഇൻഫ്ലേഷൻ കൂട്ടാം. ഇൻഫ്ലേഷൻ കൂടുകയാണെങ്കിൽ റേറ്റ് കട്ടിനുള്ള പോസിബിലിറ്റി കുറവാണ്. US ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാം. അതുപോലെ യമൻ, ഇങ്ങനെയുള്ള കുറേയധികം ഇഷ്യൂസ്, ക്രൂഡ് ഓയിൽ പ്രൈസ് മുകളിൽ വരുന്നു. ഇപ്പോൾ വൺസ് മാർക്കറ്റ് കറക്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ റീസൺ തേടി പോവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഫോർത്ത് ക്വാർട്ടർ ഫൈനൽ റിസൾട്ട് വരാനിരിക്കുന്നത് മോശമാകാം. അതും ഇപ്പോഴേ ഡിസ്കൗണ്ട് ചെയ്യുകയാണ് മാർക്കറ്റ്. കാരണം തേർഡ് ക്വാർട്ടർ റിസൾട്ട് ഫൈനലി റിസൾട്ട് വന്നതിന് ശേഷമാണ് മാർക്കറ്റിൽ കറക്ഷൻ സംഭവിച്ചത്. ബജറ്റിനോട് ചെറിയ രീതിയിലെങ്കിലും മാർക്കറ്റ് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. ദെൻ ഇമ്മീഡിയറ്റ് റേറ്റ് കട്ട് വന്നു. അതിനോട് വളരെ പോസിറ്റീവായിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്തു. 9100 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് തേർഡ് ക്വാർട്ടർ റിസൾട്ട് ഫൈനലി വന്നിരിക്കുന്ന റിസൾട്ട് എല്ലാം തന്നെ മോശമായിരുന്നു. അതിൻ്റെ ഒരു കറക്ഷനാണ് പിന്നെ നമ്മൾ കണ്ടത്. അപ്പോൾ കണ്ടിന്യൂസ് മാർക്കറ്റ് ആ ഒരു കറക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് അനുകൂലമായി കുറേയധികം ഘടകങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഇതൊക്കെയാണെങ്കിലും ഈ വിപണി മുന്നോട്ട് പോയ സമയത്ത് നിരവധി നിക്ഷേപകർ പുതുതായിട്ട് വിപണിയിലേക്ക് വന്നു. ആദ്യമായി വിപണിയെ സമീപിക്കുന്നവരുണ്ടായിരുന്നു. അവരെല്ലാം വലിയ തോതിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വിപണിയിൽ നടത്തി. പലരും ഇപ്പോൾ സ്വാഭാവികമായിട്ടും ലോസിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവരോട് എന്താ പറയുക? അഭിലാഷ്, അതിലൊന്നും ഫിയറിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ എപ്പോഴും പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും അനുകൂലമാണ്. ഇപ്പോൾ നമ്മുടെ സ്പെക്ട്രം ഓപ്ഷൻ കഴിഞ്ഞു, വളരെ നല്ല ഫണ്ട് കളക്ട് ചെയ്തു. അത് ടെലികോം കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ്. കോളിൻ്റെ ഓപ്ഷൻ കഴിഞ്ഞു. അതുപോലെ ഇൻഷുറൻസ് ബില്ല് പാസ്സായി. ലോങ് റണ്ണിൽ ഇന്ത്യ സേഫാണ്. ഇൻവെസ്റ്റേഴ്സ് ഒന്നും വറിയാകേണ്ട ആവശ്യമില്ല. ഈ വരുന്ന ഇപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കുകളൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് നമ്മൾ കണ്ടു. NPA കൂടാം, അടുത്ത റിസൾട്ട് ഡിസ്കൗണ്ട് ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള ന്യൂസുകളാണ് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇൻവെസ്റ്റേഴ്സ് വറിയാകേണ്ട ആവശ്യമില്ല. എപ്പോഴും പറയുന്നത് കൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പോലും ഒരു വാർണിംഗ്. എന്തുകൊണ്ടാണ് നമ്മൾ 2 സപ്പോർട്ട് ലെവൽ, ഇപ്പോൾ മാർക്കറ്റ് വാച്ച് കാണുമ്പോഴല്ലേ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഫെഡറൽ ബാങ്ക് എടുക്കുന്നു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കും, അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് എടുക്കും, 2 സ്റ്റേജായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറയുന്നത് കൊണ്ടാണ്. ഒരിക്കലും ഒരു സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ പാടില്ല. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ തന്നെ അതിനൊരു ടൈം ഫ്രെയിം ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ വീക്കിലി പ്രോഗ്രാം ചെയ്യുന്നു, മാർക്കറ്റ് ഓരോ അവറിലും ഓരോ സെക്കൻഡും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് കാണുന്നതുകൊണ്ടാണല്ലോ നമുക്കൊരു ഫിയർ. അതേസമയത്ത് കാണുന്നില്ല എങ്കിൽ അടുത്ത ഒരു 1-2 ഇയർ അല്ലെങ്കിൽ 2 മന്ത്സ് അല്ലെങ്കിൽ 3 മന്ത്സ് കഴിയുമ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ 9300 ഒക്കെ നിഫ്റ്റി ബ്രേക്ക് ചെയ്തു പോകും. ഈ പറയുന്ന സ്റ്റോക്കുകളൊക്കെ പുതിയ ഹൈ ബ്രേക്ക് ചെയ്തു പോകും. ഇതിനു മുമ്പ് എത്രയോ ഫോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷമുള്ള റിക്കവറി. ഇപ്പം മോദി അധികാരത്തിൽ വന്നതിന് ശേഷം അത് വലിയൊരു വേവ് ആയിരുന്നു. അതിൻ്റെ റിഫ്ലക്ഷനാണ് ആ ബജറ്റ് വരെ കണ്ടിന്യൂ ചെയ്ത് ആ 9100 30,000 സെൻസെക്സിൻ്റെ ഒരു മൂവ് എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു കൺസോളിഡേഷൻ, റിയാലിറ്റിയിലേക്ക് മാർക്കറ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യാണ്. പിന്നെ എപ്പോഴും FISൻ്റെ ഒരു ഫ്ലോ ആണ്. FI ഡ്രിവൺ ആയിട്ടുള്ള മാർക്കറ്റാണ്. അതിപ്പോൾ US എന്ത് സംഭവിച്ചാലും ഇവിടുന്ന് വിഡ്രോവൽ വരും. ഇതൊക്കെ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഒരു കാരണവശാലും വറിയാകേണ്ട ആവശ്യമില്ല. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആയിട്ടുള്ളൂ. ഒരു കാരണവശാലും ഇമ്മീഡിയറ്റ് വേണ്ട ഒരു ഫണ്ട് എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഒരു ബൗൺസ് ബാക്ക് വന്നാലും വീണ്ടും മാർക്കറ്റിൽ വീണ്ടും ചിലപ്പോൾ ഒരു കറക്ഷൻ വരാനാണ് സാധ്യത. അതല്ലെങ്കിൽ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു
ഫോർത്ത് ക്വാർട്ടർ റിസൾട്ട് വരണം, RBI റേറ്റ് കട്ട് വരുന്നു, ഗ്ലോബലി ഇഷ്യൂ സെറ്റിൽ ഡൗൺ ആവുകയാണെങ്കിൽ മാത്രമേ ഫർദർ ആ ലെവലിൽ നിന്ന് ഒരു ഷാർപ്പായുള്ള റൈഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴും മാർക്കറ്റ് ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലാണ് മൂവ് ചെയ്യുന്നത്. നെഗറ്റീവ് ടെറിട്ടറിയിലാണ് മാർക്കറ്റ് താങ്കൾ പറയുന്നത്. ഇത് ഏത് തരത്തിൽ എവിടം വരെ ഇനി പോയേക്കാം? ടെക്നിക്കലി നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ 8,280 പറഞ്ഞു. ഇപ്പം നമുക്കറിയാം ഫ്രൈഡേ 8,280 വന്നതിന് ശേഷമാണ് 8,340 ലെവലിലേക്കൊക്കെ റിക്കവറി വന്നത്. എഗെയിൻ 8,250 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് 8,000 മാർക്കിലേക്ക് പോകാം. പക്ഷേ അതിനു മുമ്പ് ഒരു ബൗൺസ് ബാക്ക് ഉണ്ടാകാം, ഒരു റിക്കവറി ചിലപ്പോൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു ട്രേഡിംഗ് പ്രോസ്പെക്റ്റീവിൽ ചിലപ്പോൾ ഒരു സെൽ ഓഫ് ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ ഓവറോൾ ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങളൊന്നും പോസിറ്റീവായി വന്നില്ല എങ്കിൽ മാർക്കറ്റ് ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ ടെക്നിക്കലി 8,250 അഗൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 8,000 ലെവലിലേക്ക് മാർക്കറ്റ് പോകാം. പക്ഷേ അതിനു മുമ്പ് ഏത് സമയത്തും മാർക്കറ്റിൽ ഒരു റിക്കവറി ചിലപ്പോൾ സംഭവിക്കാം. അതല്ലെങ്കിൽ അതിന് അനുകൂലമായി വരാനിരിക്കുന്ന റിസൾട്ടുകൾ, RBIയുടെ റേറ്റ് കട്ട്, ഇങ്ങനെയുള്ള ഇൻഫ്ലേഷൻ കുറഞ്ഞു വരിക, ഇങ്ങനെയുള്ള ന്യൂസുകൾ, ഗ്ലോബലി ന്യൂസുകൾ അനുകൂലമാവുക, FIs വീണ്ടും ഫ്ലോ ഇന്ത്യയിലേക്ക് വരിക, ഇതൊക്കെ അനുകൂലമാവുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഒരു ഫർദർ വീണ്ടും അപ്സൈഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സ് ഒരു കാരണവശാലും അഭിലാഷ് പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വളരെ സേഫാണ്. ഓരോ ലെവലും ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു 2 ഇയർ ടൈം ഫ്രെയിമോട് കൂടി ഒരു 25 to 30% റിട്ടേൺ സ്റ്റോക്ക് മാർക്കറ്റ് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോ പഞ്ചാബ് നാഷണൽ ബാങ്കോ ടാറ്റ മോട്ടോഴ്സ് എടുത്താൽ അത് കൊടുക്കുന്ന അടുത്ത 2 ഇയേഴ്സ് കൊടുക്കുന്ന റിട്ടേൺ എനിക്ക് തോന്നുന്നത് ഈ 25-30 ഞാൻ നിഫ്റ്റിയിലുള്ള റിട്ടേണാണ് പറയുന്നത്, അതിലുപരി ചിലപ്പോൾ 40-50% റിട്ടേൺ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടാറ്റ മോട്ടോഴ്സ്, അങ്ങനെ ടാറ്റ സ്റ്റീൽ, ലാർസൻ ആൻഡ് ടൂബ്രോ, നല്ല ഓർഡർ ബുക്ക്, ഇങ്ങനെ എത്രയോ സൗണ്ട് ഫണ്ടമെന്റൽസ് ഉള്ള സ്റ്റോക്കുകൾ ചീപ്പർ വാല്യുവേഷനിൽ അവൈലബിൾ ആണ്. അതിനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞത്, ഇന്ന് ഒരു റിസ്ക്കും ഇന്ത്യയിൽ നിലനിൽക്കുന്നില്ല. ഗ്ലോബലി ഉള്ള റിസ്ക് ചിലപ്പോൾ ഉണ്ടാകും, പക്ഷേ അതൊക്കെ ഷോർട്ട് ടൈം ഇമ്പാക്റ്റേ ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു കാരണവശാൽ ഇൻവെസ്റ്റേഴ്സ് വറി ആകേണ്ട ആവശ്യമില്ല. അവർ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ പറയുന്നു, FD ബ്രേക്ക് ചെയ്ത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന വാല്യുവേഷനിലേക്ക് സ്റ്റോക്കിൻ്റെ പ്രൈസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു കറക്ഷനോട് അതൊരു ഡീപ്പ് ഡിസ്കൗണ്ട് വാല്യൂയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. ആ സമയത്ത് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് മാർക്കറ്റ് വാച്ചിലൂടെ നൽകാനുള്ളത്. ഈ കറക്ഷൻ വിപണിക്ക് ഒരുപക്ഷെ ഗുണമാകും, നിക്ഷേപകർക്ക് ഗുണമാകും. നല്ല നിക്ഷേപം നടത്തുവാനുള്ള നല്ല സമയം, പലർക്കും ആവറേജ് ചെയ്യാനുള്ള സമയം കൂടിയായി ഇത് ഉപയോഗിക്കാമെന്നാണ് ഭുവനേന്ദ്രൻ പറഞ്ഞത്. നമുക്ക് ഈ ലക്കം ലഭിച്ച കത്തുകളിലേക്കും കൂടി പോകേണ്ടതുണ്ട്. അതിനുമുമ്പ് ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ലക്കം ലഭിച്ച കത്തുകൾ പരിശോധിക്കാം. ശ്രീ അരുൺ പൈയുടെ മെയിലാണ്. അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ നൽകിയിട്ടുണ്ട്. ഫോഴ്സ് മോട്ടോഴ്സ്, ICICI ബാങ്ക്, ബജാജ് ഇലക്ട്രിക്കൽസ്, പെർസിസ്റ്റന്റ് സിസ്റ്റംസ്, ഗൃഹ് ഫിനാൻസ്, ഇമാമി, ടാറ്റ സ്റ്റീൽ ആൻഡ് ONGC. ഈ സ്റ്റോക്കുകളെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിൽ ഫോഴ്സ് മോട്ടോഴ്സ് ഫണ്ടമെന്റലി സൗണ്ടാണ്, ആവറേജ് ഫണ്ടമെന്റൽസ് ആണ്. 1100 മാർക്കറ്റിൽ കറക്ഷൻ വരാനും ഈ ഒരു ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 1100 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ദെൻ 974 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 1500 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്നത്, അല്ലെങ്കിൽ ലോങ് ടൈം ടാർഗറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് മോട്ടോഴ്സിനെ സംബന്ധിച്ച് 1500 ആണ്. ദെൻ ICICI ബാങ്ക്, റീസെൻ്റായിട്ട് ബാങ്കിങ് സെക്ടറിൽ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിച്ചു. ICICI ബാങ്ക് ഫ്രൈഡേ ഷാർപ്പായുള്ള റിക്കവറി സംഭവിച്ചു. അഗൈൻ 290 ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 290 ലെവലിലേക്ക് പോകാം. അത് ബ്രേക്ക് ആണെങ്കിൽ 274. എന്തായാലും ഇൻഷുറൻസ് ബില്ല് പാസ്സായതൊക്കെ തന്നെ ICICI ബാങ്കിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഒരു വാല്യുവേഷൻ, ഒരു ഡിസ്കൗണ്ട് വാല്യൂവിലാണ് ICICI ബാങ്ക് മൂവ് ചെയ്യുന്നത്. ഒരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് മറ്റ് ഇൻവെസ്റ്റേഴ്സിനും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 360 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ബജാജ് ഇലക്ട്രിക്കൽസ് ആണ്, ഫണ്ടമെന്റലി സൗണ്ടാണ്. 210 ഫസ്റ്റ് സപ്പോർട്ട് ലെവലാണ്. ദെൻ 180, 260 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ് ആണ്. ദെൻ പെർസിസ്റ്റന്റ് സിസ്റ്റംസ് ആണ്. 650 ആവറേജ് ഫണ്ടമെന്റൽസ് ആണ്. 650 ആൻഡ് 590 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. 850 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഗൃഹ ഫിനാൻസ് ആണ്. ഹോം ഫൈനാൻസിലൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ്. അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. വളരെ ഫണ്ടമെന്റലി സൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിന് ഈ സ്റ്റോക്ക് പരിഗണിക്കാം. 230 ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്, അത് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. ദെൻ 200 ലെവലിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. മാർക്കറ്റിലൊരു ഡീപ്പ് കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ 200 ലെവലിലേക്ക് വരികയുള്ളൂ. 230 സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് തന്നെയാണ് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ. 300 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഇമാമിയാണ്, നമുക്ക് വളരെ ഫെമിലിയർ ആണ്. FMCG പ്ലെയർ ആണ്. ടാൽക്കം പൗഡർ വളരെ സെഗ്മെന്റിൽ, ഫേസ് ക്രീം, അങ്ങനെ എല്ലാ സെഗ്മെന്റിലും പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ്.
ഫണ്ടമെൻ്റലി സൗണ്ടാണ്. 950 ആൻഡ് 860 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 1150 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ സെക്ടറിലൊക്കെ തന്നെ ഒരു കറക്ഷൻ നമുക്കറിയാം. ഹിന്ദുസ്ഥാൻ യൂണിലിവറിലൊക്കെ തന്നെ വളരെ ഷാർപ്പായുള്ള കറക്ഷൻ. ITC ഇതൊക്കെ വലിയൊരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. അതൊക്കെ ഒരു ഡിസ്കൗണ്ട് വാല്യൂവിലാണ് ഈ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണെങ്കിലും ITC, ഇമാമിയൊക്കെ മൂവ് ചെയ്യുന്നത്. ഇൻവെസ്റ്റേഴ്സിന് ഒരു കാരണവശാലും ഫിയറിൻ്റെ ആവശ്യമില്ല. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കൊക്കെ തന്നെ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരും. FMCG ഈ വർഷം തീർച്ചയായിട്ടും വളരെ നന്നായി പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂയിലേക്ക് സ്റ്റോക്ക് കറക്റ്റ് ചെയ്തു. ഓൾമോസ്റ്റ് 15-20% കറക്ഷനാണ് ലാസ്റ്റ് 10 ഇയേഴ്സ് കൊണ്ട് സംഭവിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. ദെൻ ടാറ്റ സ്റ്റീലാണ്. ഗ്ലോബലി വന്നിരിക്കുന്ന സ്റ്റീലിനുള്ള ഡിമാൻഡ് കുറവ്. ഈ സ്റ്റോക്കിൽ കണ്ടിന്യൂസ് ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്ത് പോവുകയാണ്. ലോങ് ടൈം എനിക്ക് തോന്നുന്നൊരു 2 ഇയർ ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ടാറ്റ സ്റ്റീൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. അതിലുപരി ഹയർ വാല്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സൊക്കെ തന്നെ ഇപ്പോൾ റീസെൻ്റ് ഈ സ്റ്റോക്കിൻ്റെ ഹൈ എന്ന് പറയുന്നത് 575 വരെ പോയതിന് ശേഷമാണ് ഈ 300 ലെവലിലേക്ക് സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഒരു ഫെയർ വാല്യൂവിലാണ്. 300 ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. ദെൻ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 284. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ തീർച്ചയായിട്ടും ടാറ്റ സ്റ്റീൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. 360 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ONGC ആണ്. ടാറ്റ സ്റ്റീലിൻ്റെ സ്റ്റോറി തന്നെയാണ്. ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റീൽ സെക്ടറിലൊക്കെ തന്നെയാണ് വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് സംഭവിച്ചത്. അത് ONGCയിലും റിലയൻസിലൊക്കെ തന്നെ സംഭവിച്ചു. 280 ആൻഡ് 262 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 350 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കുക, മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കും. ചില സമയത്ത് വളരെ ഡീപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിക്കും. ഒരു കാരണവശാലും ഫിയറിൻ്റെ ആവശ്യമില്ല. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇൻവെസ്റ്റേഴ്സിന് വളരെ നല്ല ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്ക് ഒരു ഡീപ്പ് ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് മാക്സിമം ക്യാപിറ്റലൈസ് ചെയ്യുക. എല്ലാ സ്റ്റോക്കിലും വളരെ ഡീപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിച്ചു. ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും 1 വീക്കോ 2 വീക്സോ 1 മന്തിനോ വേണ്ടിയല്ല. അതൊരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ അഡ്വൈസബിൾ ആണ്. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ ജോസഫിൻ്റെ മെയിലാണ്. അദ്ദേഹത്തിന് അറിയേണ്ടത് RS സോഫ്റ്റ്വെയർ, മണപ്പുറം, മുത്തൂറ്റ് ഫിനാൻസ്, ഒപ്പം തന്നെ ICICI ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകളെ കുറിച്ചാണ്. വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. വളരെ നല്ല മിക്സാണ്. ഇതിൽ RS സോഫ്റ്റ്വെയർ ഒരു ആവറേജ് ഫണ്ടമെൻ്റൽസ് ആണ്. 140 ഫസ്റ്റ് സപ്പോർട്ട് ലെവലാണ്. ദെൻ 110, 230 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 130 ലെവലിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. ദെൻ മണപ്പുറം ഫൈനാൻസ് ആണ്. ഫണ്ടമെൻ്റലി സൗണ്ടാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 30 ഒരു സ്ട്രോങ് സപ്പോർട്ട് ലെവലാണ്. അത് ബ്രേക്ക് ആണെങ്കിൽ 25 രണ്ട് ലെവൽ തീർച്ചയായിട്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയോട് കൂടി ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 40 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ മുത്തൂറ്റ് ഫൈനാൻസ് ആണ്. രണ്ടും ഒരേ സെക്ടറിലുള്ള ഇന്ത്യയിലെ തന്നെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള NBFC ആണ്. മുത്തൂറ്റ് ഫിനാൻസ് 185 ആൻഡ് 155 ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 220 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഒരു 230, 240 ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അടുത്തൊരു കറക്ഷനോട് കൂടി ഈ രണ്ട് സ്റ്റോക്കും മണപ്പുറം ഫൈനാൻസും മുത്തൂറ്റ് ഫൈനാൻസും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ദെൻ ടാറ്റ മോട്ടോഴ്സ് ആണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ഒരു ഗ്ലോബൽ കമ്പനിയാണ്. വളരെ ഫെയർ വാല്യൂവിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു മേജർ സപ്പോർട്ട് ലെവൽ 500 ലെവലിലേക്ക് വരികയാണെങ്കിൽ പഴയ നിഫ്റ്റിയുടെ 6000 ലെവലിലേക്ക് സ്റ്റോക്കിൻ്റെ പ്രൈസ് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 500 ലെവലിൽ വരുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുക. ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ 500 ആണ്. വീണ്ടും മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 474 ലെവൽ വരെ പോകാം. അത് ഒരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന രണ്ട് ലെവലാണ്. 580 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അശോക് ലേലാൻഡ് ആണ്. മാർക്കറ്റ് വാച്ചിൽ തന്നെ പലപ്പോഴും റെക്കമെൻഡ് ചെയ്തതാണ്. അടുത്തൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ 64 ആണ്. 64 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അഗൈൻ ആ ലെവൽ ബ്രേക്ക് ചെയ്യാം. 57, 64 ആൻഡ് 57 രണ്ട് സ്ട്രോങ് സപ്പോർട്ട് ലെവലാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ, ഷോർട്ട് ടൈം അല്ല, ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ അശോക് ലേലാൻഡ് സേഫ് ആയിട്ടുള്ള ഒരു ബെറ്റ് തന്നെയാണ്. 75 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ITC ആണ്. ഞാൻ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. 300 ഈവൻ 300 ലെവൽ പോലും വരാനുള്ള സാധ്യത കുറവാണ്. എന്നാലും മേജർ സപ്പോർട്ട് ലെവലായിട്ട് 300 ഹോൾഡ് ചെയ്യുന്നു. അതൊരു ഫെയർ വാല്യൂ തന്നെയാണ്. ബജറ്റിലുണ്ടായ ചില നെഗറ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ തന്നെയാണ് ഈ സ്റ്റോക്കിൽ. 410 വരെ ബജറ്റ് ഡേയിൽ പോയ സ്റ്റോക്കാണ് ഇന്ന് 30% അടുത്ത് കറക്റ്റ് ചെയ്ത് 300 ലെവലിനടുത്തേക്ക് വന്നിരിക്കുന്നത്. അടുത്ത 300 ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. അത് ബ്രേക്ക് ആണെങ്കിൽ 284 ഒരു സേഫായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് ITC. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. 360 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ മണപ്പുറം ഫൈനാൻസ്, മുത്തൂറ്റ്, ടാറ്റ മോട്ടോഴ്സ്, അശോക് ലേലാൻഡ്, ITC അതുപോലെ RS സോഫ്റ്റ്വെയർ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. മാർക്കറ്റിൽ കറക്ഷൻ വരുമ്പോൾ ഒരു സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുക.
അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ യൂനസ് സലീമിൻ്റെ കത്താണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകൾ വണ്ടർല, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, വിപ്രോ, ഇമാമി ആൻഡ് വി-ഗാർഡ്. ഇതിൽ ഇമാമി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വണ്ടർല നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കമ്പനിയാണ്. ഫെയർ വാല്യൂയിലേക്ക് മൂവ് ചെയ്യുന്നു. 260 സ്റ്റോക്കിനൊരു സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 245 അതൊരു ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. ദെൻ 213 ഈ സ്റ്റോക്ക് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ഓരോ ക്വാർട്ടറും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. റീസെൻ്റ് ആയിട്ട് 340 ലെവൽ വരെ പോയതിന് ശേഷം വന്നിരിക്കുന്ന കറക്ഷനാണ്. നമ്മൾക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള കമ്പനി, വളരെ നല്ല ബിസിനസ് മോഡൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. 290 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഞാൻ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്താണ്. 820 ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. ദെൻ 750 ഈ രണ്ട് ലെവൽ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. 940 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 940 എന്ന് പറയുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. മാർക്കറ്റിൽ വളരെ ഷാർപ്പായുള്ള റിക്കവറി സംഭവിച്ചാൽ 940 ബ്രേക്ക് ചെയ്ത് 1000 ലെവലിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. 820 സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് തന്നെയാണ്. ദെൻ അത് ബ്രേക്കാണ് 750. ദെൻ വിപ്രോ ഇപ്പോഴത്തെ രീതിയിൽ ചാർട്ട് ഒരു നെഗറ്റീവ് സോണിലേക്കാണ് മൂവ് ചെയ്യുന്നത്. കുറച്ചുകൂടെ കറക്ഷനുള്ള സാധ്യത കൂടുതലാണ്. 590 ഫസ്റ്റ് സപ്പോർട്ട് ലെവലാണ്. 590 വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. 590 അഗൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൽ വീണ്ടും ഒരു സെൽ ഓഫ് സംഭവിക്കാം. 560 സേഫ് ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് വാല്യൂ അല്ലെങ്കിൽ ഫെയർ വാല്യൂവിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യും. ഇപ്പോൾ രണ്ട് ലെവൽ 590 ആൻഡ് 560 വളരെ ക്ലോസ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യണം. 560 സേഫ് ആയിട്ടുള്ള എൻട്രി പോയിന്റ് ആണ്. 590 നമ്മൾ ഒന്നുകൂടെ വാച്ച് ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കുക. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെന്റിന് വിപ്രോ പരിഗണിക്കാം. 700 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ വി-ഗാർഡ് ആണ്. വി-ഗാർഡും വണ്ടർല സെയിം ഗ്രൂപ്പ്, നമുക്ക് വളരെ ഫെമിലിയർ ആണ്. വേരിയസ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. ഗ്ലോബലി തന്നെ സെയിൽസ് ഉണ്ട്. 854 ആൻഡ് 770 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ സ്റ്റോക്ക് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്ന സ്റ്റോക്ക് തന്നെയാണ്. 854 ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട് ലെവലാണ്. അത് ബ്രേക്കാണ്. രണ്ട് സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കുന്നവർക്ക് 854 ആൻഡ് 770 രണ്ട് സപ്പോർട്ട് ലെവലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കാം. 1100 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ട് സ്റ്റേജ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. അതോടൊപ്പം പുതുതായി സ്റ്റോക്ക് മാർക്കറ്റിൽ വരാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ബാങ്കിങ് സെക്ടറും ഓട്ടോമൊബൈൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, മെറ്റൽ ഈ സെക്ടറൊക്കെ തന്നെ ഒരു ഡീപ്പ് ഡിസ്കൗണ്ടിൽ വന്നിരിക്കുകയാണ്. ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം വളരെ ഷാർപ്പായുള്ള റൈഡിന് ശേഷം ഡീപ്പായിട്ടുള്ള കറക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം 35% അടുത്ത് പല സ്റ്റോക്കിലും കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. വളരെ നല്ല സ്റ്റോക്ക്, ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, L&T, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ICICI ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, അങ്ങനെ ടാറ്റ സ്റ്റീൽ പോലെയുള്ള വളരെ ഫെമിലിയറായ നമ്മൾക്ക് വളരെ പരിചയമുള്ള സ്റ്റോക്കുകൾ വളരെ ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആണ്. ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് പുതിയ ഇൻവെസ്റ്റേഴ്സും പരിഗണിക്കുക. അതോടൊപ്പം തന്നെ ഈവൻ റിസ്ക് എടുത്ത് പോലും ഒരു ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്ന ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വീണ്ടും വരും. 8000 ഒരു മേജർ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. 8250 വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. 8000 ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. FISന്റെ ഒരു സെല്ലിംഗ്, ക്രൂഡ് ഓയിൽ പ്രൈസിന്റെ മൂവ്, ഇൻഫ്ലേഷൻ കൂടാനുള്ള സാധ്യത, ഇൻട്രസ്റ്റ് റേറ്റ് പെട്ടെന്ന് കട്ട് ചെയ്യാതിരിക്കുക, ഫോർത്ത് ക്വാർട്ടർ റിസൾട്ട്, ഇതെല്ലാം നെഗറ്റീവായിട്ട് അതാണ് ഇപ്പോൾ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ ഇതിന് വലിയ ഏപ്രിൽ ആദ്യം തന്നെ സംഭവിച്ചു. തീർച്ചയായിട്ടും ഏപ്രിലോട് കൂടി ആ 8000ലേക്ക് വരാനുള്ള ഈ ഇത്രയും കാര്യങ്ങൾ നെഗറ്റീവ് ആവുകയാണെങ്കിൽ, എന്നാൽ ഇതിന് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചാൽ 8700, 8800ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഈ ന്യൂസുകൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ്. പക്ഷേ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 8000 മാർക്ക് വരും എന്ന് വിചാരിച്ച് നമ്മൾ പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ അത് ലഭിക്കണമെന്നില്ല. ഏതെങ്കിലും പോയിന്റിൽ നിന്ന് വളരെ ഷാർപ്പായുള്ള റിക്കവറി സംബന്ധിച്ച് ചിലപ്പോൾ 9100 ആയിരിക്കും ബ്രേക്ക് ചെയ്ത് 9300ലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാകും. മാർക്കറ്റ് ആയതുകൊണ്ടൊന്നും പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഒന്നോ രണ്ടോ സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തണം എന്ന് പറയുന്നത്. ഇത്രയും ഘടകങ്ങളാണ്. ഒന്ന് ക്രൂഡ് ഓയിൽ പ്രൈസ്, രണ്ട് ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യോ RBI എടുക്കുന്ന ഡിസിഷൻ, അതുപോലെ ഫോർത്ത് ക്വാർട്ടർ, ഇതെല്ലാം ഏപ്രിലോട് കൂടി സംഭവിക്കും. അപ്പോൾ ഒരു 15th കൂടി നമുക്കൊരു ഡയറക്ഷൻ കൃത്യമായിട്ട് മാർക്കറ്റിന്റെ ലഭിക്കും. നിക്ഷേപകർ ശ്രദ്ധയോടുകൂടി തന്നെ വിപണിയെ സമീപിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. പ്രത്യേകിച്ചും 8000 ലെവലിലേക്ക് നിഫ്റ്റി എത്താനുള്ള സാധ്യതയുണ്ട്. അത് ഒരു അവസരമായി കാണുക. പക്ഷേ ഘട്ടം ഘട്ടമായി വിപണിയിൽ നിക്ഷേപം നടത്തി മെച്ചപ്പെട്ട റിട്ടേൺ ലഭിക്കുന്ന രീതിയിലൊരു സ്ട്രാറ്റജിയിലേക്കാണ് ഭുവനേന്ദ്രൻ സൂചിപ്പിച്ചത്. മാർക്കറ്റ് വാച്ചിൻ്റെ ഇലക്കം അവസാനിക്കുന്നു. പതിവുപോലെ ഹെഡ്ജ് കരിയേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുത്തത്. മാർക്കറ്റ് വാച്ച് ഇനി അടുത്തയാഴ്ച
ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.